എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത 2016/22 ഒരു 50 ക്വസ്റ്റ്യനോളം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്താ, നോട്ട് ചെയ്താ? ഓക്കെ, ഇപ്പം CCTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ലൈവിലുള്ളവരൊന്ന് ഹായ് ഇട്ടേ. പറയുന്ന കാര്യം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്പ്ലേ ഒക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഉള്ളവരൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, എല്ലാവരും എത്തിയോ? നിങ്ങളുടെ എക്സാം ജനുവരി 13 അല്ലേ? ജനുവരി 13 പരീക്ഷയാണ്. അപ്പം പഠിക്കുന്ന കൂട്ടത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുടെ വർക്കൗട്ട് ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് അതിനെ പഠിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ 2016/22 ആണല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ലൈവിലുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. ഹായ് ഇട്ടേ, ഹായ് ഇട്ടേ, ഹായ് ഇട്ടേ. പറയുന്ന കാര്യം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, ഓക്കെ ആണോ ഡേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് 110 ക്വസ്റ്റ്യൻ വരെയാണ് അല്ലെ? 2016/22 ക്വസ്റ്റ്യൻ പേപ്പർ 110 ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സബ്ജക്ട് നമുക്ക് ബാക്കി കവർ ചെയ്ത് മുന്നോട്ട് പോവാം. 111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ, ഓക്കെ ഓക്കെ ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കേൾക്കാമല്ലോ അല്ലെ? ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എന്താണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? എന്താണ് സബ്സ്ക്രിപ്ഷൻ? നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടി അല്ലെ? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പം എന്താണോ അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത് അതിന്റെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഗുണഫലം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, പക്ഷെ അതിന്റെ പേയ്മെന്റ് ചെയ്തു. അത് എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം? എന്തായിരിക്കും? അസറ്റ് ആയിരിക്കുമോ? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അസറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? അങ്ങനെ വേണമെങ്കിലും പറയാം. സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? അത് കൊടുക്കേണ്ടതല്ലേ? അയാൾ അങ്ങനെ കാശ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും നമ്മളത് അവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പൊ എന്തായിരിക്കും? ലയബിലിറ്റി ആയിരിക്കും. മനസ്സിലാക്കണം കേട്ടോ, ലയബിലിറ്റി ആയിരിക്കും. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വെച്ചാൽ എന്താണ്? അത് ലയബിലിറ്റി എന്നുള്ള കാര്യം ഓർത്തുക. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ഇതാണെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ക്വസ്റ്റ്യൻ അത് കാണില്ല. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും?
പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു പ്രീവിയസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇസ് ഡാഷ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അതെന്തായിരിക്കും? ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾ ലയബിലിറ്റി ആണെന്ന് പറഞ്ഞു, വളരെ ശരിയാണ്. എന്റെ ചോദ്യം ഇതാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? അത് ഏത് അക്കൗണ്ടിലായിരിക്കും കാണിക്കണത്? പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇസ് എ അസറ്റ് ആണ് അല്ലെ. എക്സ്പെൻസ് പെയ്ഡ് ഔട്ട് ബട്ട് നോട്ട് എറ്റ് ഡ്യൂ അല്ലെ. അതാണ് നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പൊ എന്താണ്? അത് അസറ്റ് ആണ്. അത് പറയുമ്പോഴത്തേക്ക് എവിടെയാണ് അത് കാണിക്കുന്നത്? ഓൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്തായിരിക്കും? പേഴ്സണൽ അക്കൗണ്ട് അല്ലെ. ഓൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ അത് എന്ത് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും? റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും അല്ലെ. അസറ്റ് ഹൗ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെ. അസറ്റ് ഹൗ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതേ ഉള്ളൂ, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? അസറ്റ് ആണ്. അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ് ഷോ ചെയ്യുന്നത്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അസറ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് ഇറ്റ്സ് ആൻ അസറ്റ് ഹൗ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഈ പ്രീപെയ്ഡ് അസറ്റ് എക്സ്പെൻസ് ഒരു അസറ്റ് ആണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടേ. അതേതാണ് പ്രിൻസിപ്പിൾ? ഏതാണ് അത്? ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ അത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടിയത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വെച്ചാൽ എന്താണ്? അത് ലയബിലിറ്റി ആണ് അല്ലെ. ലയബിലിറ്റി ആണ്, നമ്മൾ കൊടുക്കാനുള്ളതാണ് അല്ലെ. നേരത്തെ നമുക്ക് കിട്ടി. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ്. എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇസ് എ അസറ്റ് ആണ് അല്ലെ. പ്രീപെയ്ഡ് മുൻകൂട്ടി അല്ലെ. പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി നമ്മൾ അല്ലെ. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇസ് എ പേഴ്സണൽ അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണെന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങള്? പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താണ്? ഇറ്റ്സ് ആൻ അസറ്റ് ആണ് കേട്ടോ. അസറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തു നോക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The amount of depreciation charged on furniture will be debited to dash account. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. The amount of depreciation charged on furniture will be debited to dash account. Debited to dash account. Sound clear ആണല്ലോ അല്ലെ. Sound clear ആണല്ലോ. Okay, എന്താണ്? The amount of depreciation charged on furniture will be debited to dash account. ഏത് അക്കൗണ്ട് ആയിരിക്കും? ഓപ്ഷൻ എ ഫർണിച്ചർ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ സി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ് അക്കൗണ്ട്. എന്തായിരിക്കും? ഡെബിറ്റഡ് ടു the amount of depreciation charged on furniture will be debited to എന്തായിരിക്കും? സംശയം ഉണ്ടോ? കമന്റ് ചെയ്തേ. എന്ത് അക്കൗണ്ട് ആയിരിക്കും? നിങ്ങൾ ലൈവിലുള്ള ആളുകൾ കഴിവത് റെസ്പോണ്ട് ചെയ്യുക. ആൻസർ ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ആൻസർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്താണ് ആൻസർ? എന്താണ്? ഫർണിച്ചർ വിൽ ബി ഡെബിറ്റഡ് ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. മറന്നു പോകല്ലേ, പഠിച്ചു വെച്ചേക്കണേ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻസ്. ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻസ്. എന്ത് എക്സ്പെൻസ് ആണ്? ആൻസർ കമന്റ് ചെയ്ത് ശ്രമിച്ചു നോക്ക്. തെറ്റോ ശരിയോ അത് പിന്നീടല്ലേ. അത് പിന്നീട് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. വെരി ഗുഡ്. ഡിപ്രിസിയേഷൻ, അത് ആൻസർ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. എന്താണ്? ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ, ദ ലാർജ് എമൗണ്ട്. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ദ ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് എക്സ്പെൻസ്. ഡാഷ് എക്സ്പെൻസ്. ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് നോക്കി എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തെറ്റിക്കോട്ടെ, സാരമില്ല. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ കൊണ്ടാണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് ആണ് അല്ലെ. ഡിഫേർഡ് റവന്യൂ. എന്താ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ പറയും ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അങ്ങനെ പല എക്സാമ്പിൾ നമുക്ക് പറയാമല്ലോ ഡിഫേർഡ് റവന്യൂവിന്. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. എന്താണ്? അഡ്വർടൈസ്മെന്റ് അല്ലെ.
അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ അഡ്വർടൈസ്മെന്റ് എന്ന് കേട്ടിട്ടില്ല? അഡ്വർടൈസ്മെന്റ് അതെന്ത് തരത്തിലുള്ള എക്സ്പെൻസ് ആണ്? അല്ല ഞാൻ മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിവതും ഓരോ പോയിന്റ്സ് നിങ്ങളത് നോട്ട് ചെയ്ത് പഠിക്കാനുള്ള ശ്രമം നടത്തുക കേട്ടോ, ശ്രമം നടത്തുക. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യത്തിൽ പറയാം. അല്ലെങ്കിൽ എന്താണ്, നമ്മളൊരു അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിലവഴിക്കും. അത് ആ ഒരു കണക്ക് നമ്മൾ എന്താണ് ആ ഒരു വർഷം തന്നെ കാണിക്കില്ല. അത് ഓരോ വർഷം അതിന്റെ ഒരു ഇത്ര പെർസെന്റേജ് വെച്ച് മാറ്റിയായിരിക്കും നമ്മൾ കാണിക്കുന്നത്, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ കൃത്യമായിട്ട് അതിനെ പറ്റിയൊക്കെ ഉള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോണം കേട്ടോ. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ ലാർജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ഇസ് ആൻ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് ചോദിക്കാം. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണം. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, അക്കോമഡേഷൻ ബില്ല്. എന്താണ് അക്കോമഡേഷൻ ബില്ല്? അക്കോമഡേഷൻ ബിൽ ഈസ് ഓൾസോ നോൺ ആസ്, എന്താണ്? ഇവിടെ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, എന്താണ്? ഇറ്റ്സ് കൈറ്റ് ബിൽ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ അങ്ങനെ കമന്റ് ചെയ്ത് പോവാ കേട്ടോ. ആൻസർ അങ്ങനെ കഴിവതും കമന്റ് ചെയ്ത് പോവാ. പഠിച്ചങ്ങ് പോവാ, കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോവാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ റിട്ടേൺ ഇൻവേർഡ്സ്. സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ റിട്ടേൺ ഇൻവേർഡ്സ്. എന്താണ് റിട്ടേൺ ഇൻവേർഡ്സ്? ചോദിക്കുവാണെങ്കിൽ എന്താണ് ആൻസർ വരുന്നത്? സോഴ്സ് ഡോക്യുമെന്റ് എന്തായിരിക്കും ആൻസർ വരുന്നത്? സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ റിട്ടേൺ ഇൻവേർഡ്സ് എന്താണ്? റിട്ടേൺ ഇൻവേർഡ്സ് എന്താണ്? എന്താണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സെയിൽസ് റിട്ടേൺ എന്നാണ് അതിന്റെ മീനിങ്. എന്താണ്? സെയിൽസ് റിട്ടേൺ. അപ്പൊ റിട്ടേൺ ഇൻവേർഡ്സ് ചോദിക്കുവാണെങ്കിൽ എന്താണ്? ആ സെയിൽസ് റിട്ടേൺ ആണ്. ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയേ, ഡെബിറ്റ് നോട്ട് ഉണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, ഇൻവോയ്സ് ഉണ്ട്, കോപ്പി ഓഫ് ഇൻവോയ്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ പറയുന്ന റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും. എന്താ റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് സെയിൽസ് റിട്ടേൺ ആണ്. വിറ്റ സാധനം തിരിച്ചു വരുന്നതാണ് റിട്ടേൺ ഇൻവേർഡ്സ്. മനസ്സിലായോ? പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണ്. റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണ് കേട്ടോ. അപ്പം റിട്ടേൺ ഇൻവേർഡ്സും റിട്ടേൺ ഔട്ട്വേർഡ്സും മനസ്സിലാക്കി പഠിക്കണം. റിട്ടേൺ ഓഫ് ഗുഡ്സ് വൺ സോൾഡ് ഫ്രം ദ കസ്റ്റമർ, അതാണ് റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ റിട്ടേൺ ഇൻവേർഡ്സ് ആണെങ്കിൽ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു? സെയിൽസ് റിട്ടേൺ ആണ്. അപ്പൊ സെയിൽസ് റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആൻസർ? എന്താ വരേണ്ടത്? എന്താണ് സെയിൽസ് റിട്ടേൺ? എന്താണ്? നമുക്ക് ഡെബിറ്റ് നോട്ട് അറിയാം, ക്രെഡിറ്റ് നോട്ട് അറിയാം, അല്ലെ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമല്ലോ. എന്താണ്? ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും, അല്ലെ? എന്താ ഡെബിറ്റ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡെബിറ്റ് നോട്ട് എന്താ? ക്രെഡിറ്റ് നോട്ട് എന്താണ്? ഡെബിറ്റ് നോട്ട് ഈസ് എ നോട്ട് or a letter prepared or sent from the customer to the seller, അതാണ് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് എന്താണ്? ക്രെഡിറ്റ് നോട്ട് ഈസ് എ നോട്ട് ഓർ ലെറ്റർ prepared or sent from seller to the customer. മനസ്സിലായോ? സെല്ലർ ടു ദ കസ്റ്റമർ. അപ്പൊ ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ റിട്ടേൺസ് ഇൻവേർഡ് ബുക്ക് ആണ്. ഏത് വരും ആൻസർ? ഏതാണ് ആൻസർ? എന്താ വരുന്നത്? ജസ്റ്റ് ഇനി ഒന്ന് കമന്റ് ചെയ്ത് നോക്കി, കിട്ടുമല്ലോ. കിട്ടാതിരിക്കാൻ എന്താണ്? എന്താണ് അത്? ക്രെഡിറ്റ് നോട്ട് ആണ് കേട്ടോ. ക്രെഡിറ്റ് നോട്ട് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ക്രെഡിറ്റ് നോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ക്രെഡിറ്റ് നോട്ട് ഈസ് എ നോട്ട് ഓർ ലെറ്റർ prepared or sent from seller to customer. മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്തു നോക്കുക കേട്ടോ. ഓക്കെ, റിട്ടേൺ ഔട്ട്വേർഡ്സ് ആണെങ്കിലോ അത് ഡെബിറ്റ് നോട്ട് ആണ്. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, ആ സാധനം നമ്മൾ റിട്ടേൺ കൊടുക്കുന്നു. നമ്മൾ സാധനം മേടിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്തോളാൻ പറയും. നമ്മളത് കൊണ്ടുപോകും, തിരിച്ച് മറ്റൊരാളുടെ കയ്യിൽ നമ്മളത് കൊടുത്തു വിടുകയോ അല്ലെങ്കിൽ ആ ലെറ്റർ എഴുതി കൊടുത്തു വിടുകയോ ഒക്കെ ചെയ്യും.
ഈ കടയിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയ സാധനം നമ്മൾ തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ കടക്കാരൻ നമുക്കൊരു നോട്ട് മേ ബി നമ്മളായിരിക്കില്ല പോകുന്നത്, മറ്റൊരാളായിരിക്കും നമുക്ക് വേണ്ടി പോകുന്നത്, അദ്ദേഹത്തിൻ്റെ എഴുതി കൊടുത്തു വിടും. മനസ്സിലായോ? അത് മനസ്സിലായിക്കണം. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് എടുത്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നല്ല രീതിയിൽ വരുന്നുണ്ട്, പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗുഡ്സ് ഇഷ്യൂഡ് as free sample are deducted from which account? Goods issued as free sample are deducted from which account? പർച്ചേസ് അക്കൗണ്ട് ആണോ, സെയിൽസ് അക്കൗണ്ട് ആണോ, അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ആണോ, സ്റ്റേഷനറി ആണോ? കമന്റ് ചെയ്തേ. ഏതാണ്? ഗുഡ്സ് ഇഷ്യൂഡ് ആസ് ഫ്രീ സാമ്പിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഫ്രീ സാമ്പിൾ ആകുമ്പോഴത്തേക്ക്? എന്തായിരിക്കും? നമ്മൾ ഓർക്കും അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. പക്ഷെ അഡ്വർടൈസ്മെന്റ് അല്ല, അത് പർച്ചേസിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ്? ഡിഡക്റ്റഡ് ഫ്രം വിച്ച് അക്കൗണ്ട്? പർച്ചേസ് അക്കൗണ്ട്. യാതൊരു സംശയം വേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫർണിച്ചർ കോസ്റ്റിംഗ് rupees 20,000 was depreciated on diminishing balance method. The book value at the third year rupees 5,000. The rate of depreciation is. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. നിങ്ങൾക്ക് അത് ഞാൻ ഗ്രൂപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടിരിക്കാം കേട്ടോ. നമുക്കത് കണക്ക് ചെയ്യാം. ഓക്കെ, ഓർപ്പിച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 117 അത് ഓർപ്പിച്ചോണത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. ഓപ്ഷൻ എ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, ഓപ്ഷൻ ഡി എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ആൻസർ ചെയ്ത് വരും. ഏക ഉഷാറായിട്ട് കമന്റ് ചെയ്തേ. മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട്. എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആണോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ആണോ, അതോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ? എന്താണ്? ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള കാര്യം ഓർത്തു വെക്കും. ആൻസർ കമന്റ് ചെയ്തു കേട്ടോ. ഓക്കെ, കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിംഗിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല, നമുക്കത് എടുക്കാം. ഓക്കെ, സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ്. സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് എന്താണ്? റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലയബിലിറ്റി, റീപേയ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ലയബിലിറ്റി, ടു മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ്? എന്തായിരിക്കും സിങ്കിങ് ഫണ്ട് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്? ഫോർ റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലയബിലിറ്റി. മറന്നു പോകല്, ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കോ. സിങ്കിങ് ഫണ്ട് എന്താണ്? ലോങ് ടേം ലയബിലിറ്റി റീപേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ലോങ് ടേം ലയബിലിറ്റി. ഓക്കെ, മറന്നു പോകല്, പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഈസ് ഷോൺ. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഈസ് ഷോൺ. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്തിനെ പ്രതികരിക്കുന്നത്? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഈസ് ഷോൺ. ഓപ്ഷൻ എ പി ആൻഡ് എൽ അക്കൗണ്ട് ഇൻകം സൈഡ്, ഓപ്ഷൻ ബി പി ആൻഡ് എൽ അക്കൗണ്ട് എക്സ്പെൻസ് സൈഡ്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്, ഓപ്ഷൻ ഡി ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ്. എവിടെയാണ്? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. ഗുഡ്സ്. ആൻസർ എന്ത് വരും? സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എവിടെയാണ്? സസ്പെൻസ് അക്കൗണ്ട് കമന്റ് ചെയ്തേ. എവിടെയാണ് വരുന്നത്? സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് എവിടെയാണ്? നിങ്ങൾക്ക് അറിയാം എവിടെയാണ്? ലയബിലിറ്റി സൈഡ് ആണ്. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് എന്തായിരിക്കും? എവിടെ ആയിരിക്കും? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. യാതൊരു സംശയം വേണ്ടത് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോണേ. നമ്മൾ ഡ്യൂറ്റും ഡ്യൂ ബൈ ഒക്കെ പഠിക്കണമല്ലേ, അല്ലേ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചതല്ലേ. ഡ്യൂ ബൈ ഡ്യൂ ടു ഒക്കെ ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ഡ്യൂ ബൈ ലയബിലിറ്റി, ഡ്യൂ ടു അസറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അക്കൗണ്ട്? minus capital, option C plus cash minus commission, option D minus commission minus capital. എന്താണ്? what will be the effect of commission received in accounting equation? കമ്മീഷൻ കിട്ടുവാണെങ്കിൽ എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷനകത്ത്? എന്താണ്
സംഭവിക്കുന്നത്? ക്യാഷ് കൂടുവോ ക്യാപിറ്റൽ കൂടുവോ എന്താണ്, അതോ ക്യാഷ് കുറയുവോ ക്യാപിറ്റൽ കുറയുവോ എന്താണ് വരുന്നത്? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ, ഏത് വരും? നമുക്ക് കിട്ടുക അല്ലേ, കമ്മീഷൻ റിസീവ്ഡ് ആണ്, അപ്പം പ്ലസ് ക്യാഷ്, അതുപോലെ എന്ത് കൂടും? പ്ലസ് ക്യാഷ് പ്ലസ് ക്യാപിറ്റൽ. മറന്നു പോകല്, പഠിച്ചു വെക്കണം കേട്ടോ, മറന്നു പോകല്, പഠിച്ചു വെച്ചോണം. ഓക്കെ ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചേക്കണേ ഇതൊക്കെ. വെരി ഗുഡ്. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഓക്കെ, മേഘ എസ് ആർ അതാരാന്ന് എനിക്കറിയില്ല. നിത്യ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്സ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ഇൻഡിക്കേറ്റ്സ് എന്താണ്? പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ ഡെപ്പോസിറ്റ് ആണോ ഇൻകം ആണോ? ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക്, പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ്, എന്താണ്? ഡെപ്പോസിറ്റ് ആണ്. അപ്പം ഡെബിറ്റ് ബാലൻസ് എന്തായിരിക്കും? 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 കമന്റ് ചെയ്തേ, നിങ്ങൾ ആൻസർ കമന്റ് ചെയ്തിട്ടേ ഞാൻ ആൻസർ പറയുള്ളൂ. എന്താണ് പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ്? എന്താണ്, എന്തിനാ കാണിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ലയബിലിറ്റി എന്നുള്ള കാര്യം ഓർത്തു നോക്കും. മറന്നു നോക്കല്, പഠിച്ചു നോക്കണം. എന്താണ് ഓപ്ഷൻ ബി? ലയബിലിറ്റി എന്നുള്ള കാര്യം ഓർത്തു നോക്കും. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ആണെങ്കിലോ? ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ആണെങ്കിലോ? ആൻസർ കമന്റ് ചെയ്തേ. ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക് ആണെങ്കിലോ എന്താണ്? വെരി ഗുഡ്, ലയബിലിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസോ പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കണമെങ്കിൽ എന്തായിരിക്കും അത്? അത് ഡെപ്പോസിറ്റ് ആയിരിക്കും അല്ലെ, ഡെപ്പോസിറ്റ് ആയിരിക്കും. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. നമ്മൾ ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതും കോസ്റ്റിംഗിന്റെ ഭാഗത്തെ ഒരു ക്വസ്റ്റൻ ആണ്. എന്താണിത്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇസ് ഈക്വൽ ടു ഓപ്ഷൻ എ വർക്ക് കോസ്റ്റ്, ഓപ്ഷൻ ബി പ്രൈം കോസ്റ്റ്, ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ എക്സ്പെൻസ്. ഏതാണ് ഏതാണ് ആൻസർ വരുന്നത്? നിത്യ, മേഘ, എസ് ആർ. എസ് ആർ ആരുടെ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പല ഹെഡിൽ കയറുന്നതുകൊണ്ട് അറിയില്ല. ഓക്കെ, ആൻസർ കമന്റ് ചെയ്തേ. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നതാണ്? എന്താണ്? പ്രൈം കോസ്റ്റ് ആണ്. അതാണ് ഇൻഡയറക്റ്റ് വരുവാണ്. എന്താണ് ഇൻഡയറക്റ്റ് ആണെങ്കിലോ? ഇതല്ല ഇൻഡയറക്റ്റ് വരുന്നെങ്കിൽ എന്തായിരിക്കും അത്? ഓപ്ഷനകത്ത് ഇല്ല. എന്തായിരിക്കും? ഓവർ ഹെഡ് ആയിരിക്കും. മറന്നു പോകല്, പഠിച്ചു വെക്കാം. ഓക്കെ, പക്ക. ഡയറക്റ്റ് ആ ചോദിക്കുന്നെങ്കിൽ പ്രൈം കോസ്റ്റ്, ഇൻഡയറക്റ്റ് ആണെങ്കിൽ ഓവർ ഹെഡ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാം, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത 124ാമത്തെ ക്വസ്റ്റൻ നോക്കിയേ. 124 നോക്കിയേ. നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി is shown. Net loss of a cooperative society is shown. Option A, asset side of balance sheet. Option B, liability side of balance sheet. Option C, deduct from capital. Option D, deduct from reserve. Deduct from reserve. ആൻസർ എന്താണ്? നെറ്റ് ലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എവിടെ കാണിക്കും? എവിടെയാണ് നെറ്റ് ലോസ്? സാധാരണ എവിടെയാണ് കാണിക്കേണ്ടത്? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മനസ്സിലാക്കി പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എത്ര ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. കുറെ പ്രീവിയസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിന്റെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് കഴിവതും പറയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. അപ്പം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, കിട്ടുന്നുണ്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ? മനസ്സിലാക്കുക കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി റിവൈസ് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ റീസെയിൽ പർപ്പസ് ഇസ്. എന്താണ്? ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. എന്താണ് റീസെയിൽ പർപ്പസ്? എന്തായിരിക്കും? ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ റീസെയിൽ പർപ്പസ് എന്താണ്? അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ? എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് എന്തായിരിക്കും? നമ്മൾ റീസെയിലിന് വേണ്ടി എന്താണ് നമ്മൾ എന്താണ് എന്താണ്
പറഞ്ഞേ, പഠിച്ച ഇതൊക്കെ എന്താണ്? ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ റീസെയിൽ പർപ്പസ്. എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്പെൻസ് കേട്ടോ. ഓപ്ഷൻ ഡി എക്സ്പെൻസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കൂ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Under dash principle, all material facts must be shown in financial statements. Option A historical cost, option B matching, option C consistency, option D full disclosure. എന്താണ്? Under dash principle, all material facts must be shown in financial statement. അതെവിടെയാണ്? എവിടെയാണ്? എവിടെയാണ്? ഫുൾ ഡിസ്ക്ലോസർ ആണ് കേട്ടോ. ഫുൾ ഡിസ്ക്ലോസർ ആണ്. ഫുൾ ഡിസ്ക്ലോസർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ. പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചാണ്. അവിടെ നിങ്ങൾക്ക് വേഗം കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് അസറ്റ്സ് വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ. ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് അസറ്റ് വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ. ഓപ്ഷൻ എ proprietors drawings, option B purchase of asset, option C profit earned and retained, option D goods sold. ഏത് വരും? ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് അസറ്റ് വുഡ് ബി ഇൻക്രീസ്ഡ് ബൈ. ഏതാണ് ആൻസർ വരുന്നത്? പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് റിറ്റെയിൻഡ് എന്നുള്ള കാര്യം ഓർത്തു വെക്കും കേട്ടോ. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കമന്റ് ചെയ്ത് പോണേ. ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾക്ക് തെറ്റുന്ന കാര്യങ്ങൾ തിരുത്തി തന്നെ പറഞ്ഞു പോവാം. മനസ്സിലാക്കി പഠിക്കുക. ഇന്ന് തെറ്റിട്ട് തിരുത്തി പറയാൻ പിന്നെ നിങ്ങളുടെ ലൈഫിൽ അത് മറക്കില്ല. അതുകൊണ്ടാണ് കമന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പർച്ചേസ് ലെഡ്ജർ. പർച്ചേസ് ലെഡ്ജർ കണ്ടെയ്ൻസ് ഓഫ് അക്കൗണ്ട്സ്. ഓപ്ഷൻ എ debtors, option B creditors, option C customers, option D total purchase. Purchase ledger contains of account. എന്താണ് purchase ledger? എന്തിന്റെ അക്കൗണ്ട് ആണ് കണ്ടെയ്ൻ ചെയ്തത്? ഡെറ്റേഴ്സിന്റെ ആണോ, ക്രെഡിറ്റേഴ്സിന്റെ ആണോ, കസ്റ്റമേഴ്സിന്റെ ആണോ, ടോട്ടൽ പർച്ചേസ് ആണോ? എന്തിന്റെ ആയിരിക്കും? പർച്ചേസ് ലെഡ്ജർ എന്തിനാടേ? പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് ലെഡ്ജർ പർച്ചേസ് ലെഡ്ജർ കമന്റ് ചെയ്തേ. പർച്ചേസ് ലെഡ്ജർ purchase ledger contains dash account. എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ക്രെഡിറ്റേഴ്സ് മറന്നു പോകല്. ക്രെഡിറ്റേഴ്സ്. സൗണ്ട് കുറവാണ്, കേൾക്കാൻ പറ്റുന്നില്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ക്രെഡിറ്റേഴ്സ് ആണ് കേട്ടോ. ക്രെഡിറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു. ക്രെഡിറ്റേഴ്സ് ആണ്. പർച്ചേസ് ലെഡ്ജർ എന്താണ്? ആ ക്രെഡിറ്റേഴ്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. ഡാഷ് ജേണൽ മെന്റ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ജേണൽ മെന്റ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അങ്ങനെ പരീക്ഷയ്ക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൻസർ പർച്ചേസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നത് കേട്ടോ. അവിടെ ആൻസർ പർച്ചേസ് ആണ്. പർച്ചേസ് ആണ് ആൻസർ ആയിട്ട് വന്നത്. മറന്നു പോകല്, പഠിച്ചു വെച്ചേക്കണം. പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ബുക്ക് എന്ന് പറയും. ഇതൊരു സബ്സിഡറി ബുക്കാണ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബുക്കാണ് കേട്ടോ. സബ്സിഡറി ബുക്ക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബുക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 129. സൗണ്ട് കുറവാണോ? ഓക്കെ. കേൾക്കാൻ പറ്റുന്നില്ലേ? 129 ക്വസ്റ്റ്യൻ നോക്കിയേ. കേൾക്കാമായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. വെൻ discounted bills are dishonor, the acceptor for the bill credit the dash account. Option A bank, option B drawers, option B drawees, option D debtor. ഏതാണ്? When discounted bills are dishonor, the acceptor of the bill credited dash account. ഏത് അക്കൗണ്ട് ആണ്? ഡ്രോയേഴ്സ് അക്കൗണ്ട് ആണ് കേട്ടോ. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 130. A credit purchase of goods from B wrongly entered in the sales book. The affected accounts are. A credit purchase of goods from B wrongly entered in the sales book. The affected accounts are. Option A purchase and sales account, option B purchase and bills account, option C sales and bills account, option D purchase sales and bills account. ഏതൊക്കെ അക്കൗണ്ടാണ് ഇത് ബാധിക്കുന്നത്?
മൂന്ന് അക്കൗണ്ടിനെ ബാധിക്കില്ലേ? പർച്ചേസ്, സെയിൽസ് ആൻഡ് ബിൽസ് അക്കൗണ്ട്. അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി എന്നുള്ള കാര്യം ഓർത്തു നോക്കുക. ഓക്കെ 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 ആൻസർ കമന്റ് ചെയ്തു പോവാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 131 നോക്കിയേ. All cash and non-cash transactions of a cooperative society are recorded in option A cash book, option B cash account, option C day book, option D bank account. All cash and non-cash transactions of a cooperative society are recorded in എവിടെയാണ്? ഡേ ബുക്ക് അല്ലേ? ഡേ ബുക്ക് അല്ലേ? എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല അതിനൊന്നും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് R&D സ്റ്റേറ്റ്മെന്റ് is transferred. Option A asset side of the balance sheet, option B liability side of the balance sheet, option C capital fund, option D profit and loss account. എവിടെയാണ്? The closing balance of receipt and disbursement account R&D statement അല്ലേ? receipt and disbursement statement transferred to എങ്ങോട്ടാണ്? അത് എങ്ങോട്ടായിരിക്കാം ട്രാൻസ്ഫർ ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കാം? അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. മറന്നു പോകില്ല, അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓപ്ഷൻ എ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വൺ അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ലാത്തത് നിങ്ങൾ വായിക്കുമ്പോൾ നോട്ടൊക്കെ നോക്കിക്കോണം കേട്ടോ. ശ്രദ്ധിക്ക് വായിക്കും എക്സാമിന്. അപ്പോൾ ഇവിടെ നോട്ടൊന്നും കാണില്ല. ഓക്കെ ഇത് ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ബോറോയിങ്സ്. ഇവിടെ ബോറോയിങ്സും റിസർവും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും അല്ല. അപ്പൊ നമുക്ക് ഓതറൈസ്ഡ് ആണ്. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓതറൈസ്ഡ് ആണ്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ലാത്തത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമല്ല ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മറന്നു പോകല്ലേ, പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Overriding commission is calculated on. Overriding commission. Overriding commission is calculated on. Overriding commission is calculated on. Option A total sales, option B cash sales, option C credit sales, option D bad debts. Overriding commission അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഓവർറൈഡിംഗ് കമ്മീഷനെ നമുക്ക് എന്താണ് ഡെൽ ക്രീഡർ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെൽ ക്രീഡർ കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെൽ ക്രീഡർ കമ്മീഷൻ കേട്ടിട്ടുണ്ടോ? ഡെൽ ക്രീഡർ കമ്മീഷൻ മനസ്സിലാക്കി പഠിക്കണേ. നമ്മൾ ക്ലാസ് പറഞ്ഞാണല്ലോ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞല്ലേ. ഡെൽ ക്രീഡർ കമ്മീഷനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഡെൽ ക്രീഡർ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ചാണോ? കൺസൈൻമെന്റ് പഠിച്ചതാണോ? കൺസൈൻമെന്റ് അല്ലേ? അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല എന്താണ് കൺസൈനർക്ക് നൽകുന്ന ഒരു അഡീഷണൽ കമ്മീഷനാണ് ഈ ഡെൽ ക്രീഡർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇതൊക്കെ ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഡെൽ ക്രീഡർ കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഓവർ റൈഡിംഗ് കമ്മീഷൻ ആണെങ്കിലും പിന്നെ വേറെ എന്താ ഉള്ളത്? വേറെ ഏതൊക്കെയാ ഉള്ളത് നമുക്ക് പഠിക്കാൻ? ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഉണ്ടല്ലോ. എന്താണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ ഇസ് ഗിവൺ ഫോർ ആർക്കാണ്? സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ്. ഒരു പ്രീവിയസ് ആണ് അല്ലേ? അപ്പോൾ ഓവർ റൈഡിംഗ് കമ്മീഷൻ ഉണ്ട് എന്ന് വെച്ചാൽ അഡീഷണൽ കമ്മീഷൻ അല്ല, ഓർഡിനറി കമ്മീഷൻ ഉണ്ട്. പറഞ്ഞ ഓവർ റൈഡിംഗ് ഉണ്ട്, ഓർഡിനറി ഉണ്ട്, ഡെൽ ക്രീഡർ ഉണ്ട്. ഇതെല്ലാം എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ്. പറഞ്ഞ മനസ്സിലായോ? അതാണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ഓപ്ഷൻ എ ആണ്. ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ 2 3 4 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. ചുമ്മാ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോരുത്. എന്താണ് ഓവർ റൈഡിംഗ് കമ്മീഷൻ? ആർക്ക് നൽകുന്നതാണ്? എന്തിന്റെ അടിസ്ഥാനം? ടോട്ടൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കണം. അത് കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ ആണിത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. അത് ക്ലിയർ കിട്ടുന്നുണ്ടോ? കൺസൈൻമെന്റിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ ടോട്ടൽ സെയിൽസ് ആണ്. മനസ്സിലാക്കി പഠിച്ചു പോവാം. ഓവർറൈഡിംഗ് കമ്മീഷൻ ഈസ് ഗിവൺ ഫോർ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതും? ഗിവൺ ഫോർ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ് കേട്ടോ. സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ് അതും പ്രീവിയസ് ആണ്. സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ് കേട്ടോ. ഓവർറൈഡിംഗ് കമ്മീഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ സെയിൽസ് ആണ്. എന്നാൽ ഓവർറൈഡിംഗ് കമ്മീഷൻ ഈസ് ഗിവൺ ഫോർ സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസ് കേട്ടോ. ഹൈ പ്രൈസ് മറന്നു പോകല്, പഠിച്ചു വെക്കണം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യങ്ങൾ? വെറുതെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിച്ച് പോവല്ല. നമ്മൾ അത് ഏത് ഭാഗത്തുനിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ബുക്ക് ഓഫ് ദി കൺസൈനി ദ എക്സ്പെൻസ് ഇൻക്വേർഡ് ബൈ ഹിം ഓൺ കൺസൈൻമെന്റ് ആർ ഡെപ്റ്റഡ് ടു ഡാഷ് അക്കൗണ്ട് കേട്ടോ. കൺസൈൻമെന്റിന്റെ ഭാഗത്തെയാണ് 2 ക്വസ്റ്റ്യനും.
In the books of the consignee, the expense incurred by him on consignment are debited to dash account. Option A consignment, option B cash, option C expense, option D consignor. ആൻസർ എന്താണ്? ആൻസർ എന്താണ്? കൺസൈനേഴ്സ് അക്കൗണ്ട് ആണ്. കൺസൈനേഴ്സ് അക്കൗണ്ട് ആണ്. മറന്നു പോകില്ല. ഈ കൺസൈൻമെന്റ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം. അത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ചോദിക്കുവാണെങ്കിൽ എന്താണ്? പ്രിൻസിപ്പൾ ആൻഡ് ഏജന്റ് ആണ്. കൺസൈനർ പ്രിൻസിപ്പിൾ, കൺസൈനി എന്താണ്? ഏജന്റ് അല്ലേ? പിന്നെ കൺസൈനർ ടു കൺസൈനി ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് അല്ല, അവിടെ നമ്മൾ നമ്മുടെ ആ ഒരു കൺസൈൻമെന്റ് നടക്കുമ്പോൾ കൺസൈനർ ടു കൺസൈനി എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഫോമ ഇൻവോയ്സ് ആണ്. ആ ലിസ്റ്റ് കൃത്യമായിട്ട് ലിസ്റ്റിലെ ഡോക്യുമെന്റ്സ് അതുമായി ബന്ധപ്പെട്ട ആ ഒരു കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ കൺസൈനി ടു കൺസൈനർ ചോദിക്കുന്നെങ്കിൽ എന്താണ്? അത് അക്കൗണ്ട് സെയിൽസ് ആണ്. പറഞ്ഞ് മനസ്സിലായോ? ഇതൊക്കെ പ്രീവിയസ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. മനസ്സിലാക്കി പഠിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓവർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ ദ construction of a cooperative bank by RBI? Option A take over, option B merger, option C demerger, option D termination. Answer എന്താണ്? Which of the following will not come under the reconstruction of a cooperative bank by RBI? എന്തായിരിക്കും ഇത്? Will not. അത് നിങ്ങൾ നോക്കണം. എന്താ ആൻസർ വരുന്നത്? എന്താണ് ആൻസർ? ഈസ് കമന്റ് ചെയ്തേ. എന്താണ് ആൻസർ? ഈസ് പഠിപ്പിച്ചതാണ്, ടെർമിനേഷൻ കേട്ടോ. ടെർമിനേഷൻ ഓപ്ഷൻ ഡി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക, മറന്നു പോകല്, പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്? ഓപ്പണിംഗ് ഫോർ ബ്രാഞ്ചസ് ബൈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് ഗവേൺഡ് ബൈ ഡാഷ് ഓഫ് ദി പ്രൊവിഷൻ ഓഫ് BR ആക്ട്. ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഉള്ള പ്രൊവിഷൻ BR ആക്ടിൽ ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ കമന്റ് ചെയ്തേ. സെക്ഷൻ 23 ആണ് കേട്ടോ. 23 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സെക്ഷൻ എത്രയാണ്? 23 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. 23 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. BR ആക്ടില് സെക്ഷൻ 23 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, മറന്നു പോകല്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ അറിയാലോ നിങ്ങൾ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇൻഷുർ കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി കൃത്യമായിട്ട് ക്ലാസ് എടുത്തതാണ്, അറിയാലോ. അപ്പോൾ RBIയുടെ അണ്ടറിലായതുകൊണ്ട് ലിക്വിഡേഷനുകൾ എന്താണെങ്കിലും ഇത് RBIയുടെ കൺസിഡർ ചെയ്യാതെ ഒരു കാര്യം നടക്കില്ല. അതുപോലെ തന്നെ ലിക്വിഡേഷനൊക്കെ നടപടി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു അപ്പീലോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒക്കെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഡാഷ് ഈസ് എ റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി എംപ്ലോയിഡ് ടു ഓഫ്സെറ്റ് ലോസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ബൈ ടേക്കിംഗ് ആൻ ഓപ്പോസിറ്റ് പൊസിഷൻ ഇൻ എ റിലേറ്റഡ് അസറ്റ്. എന്താണ്? ഓപ്ഷൻ എ പെർഫോമൻസ് മെഷർമെന്റ്, ഓപ്ഷൻ ബി ഹെഡ്ജിങ്, ഓപ്ഷൻ സി മാർക്കറ്റ് ടൈമിംഗ്, ഓപ്ഷൻ ഡി അസറ്റ് അലോക്കേഷൻ. ആൻസർ ഏതാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലായിരുന്നു ഒരു തവണ, കിട്ടിയതല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചപ്പം പറഞ്ഞല്ലേ. ഹെഡ്ജിങ് അല്ലേ ആൻസർ? കമന്റ് ചെയ്ത് പോകണം കേട്ടോ. Next question. In finance, dash is a measure of how an individual asset moves when overall stock market increase or decrease. ഏതാണ്? ഓപ്ഷൻ എ ആൽഫ, ഓപ്ഷൻ ഡി മാർക്കറ്റ് റിസ്ക്, ഓപ്ഷൻ സി ബീറ്റ, ഓപ്ഷൻ ഡി ലിക്വിഡിറ്റി റിസ്ക്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബീറ്റ ആണ് കേട്ടോ. ബീറ്റ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is set up by the bad loans and their liquid holding of another financial institution. ഏതാണ്? ഓപ്ഷൻ എ ARC, ഓപ്ഷൻ ബി ടേക്ക് ഓവർ ബാങ്ക്, ഓപ്ഷൻ സി സർഫാസി, ഓപ്ഷൻ ഡി ബാഡ് ബാങ്ക്. ഏതാ ആൻസർ?
ബാഡ് ലോൺ ആകുമ്പോൾ ബാഡ് ബാങ്ക് ആണ് കേട്ടോ. ബാഡ് ബാങ്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലോൺ ഗ്രാൻഡഡ് ഫോർ ലോങ് ടേം duration crops will be treated as NPA if the installment of principal or interest thereon remains overdue. A loan granted for long duration crop will be treated as NPA, non performing asset. അല്ലേ, ലോങ് ടേമിന് വേണ്ടി കൊടുത്തു, ലോങ് എന്താണിത് എൻ പി എ ആയി. ദ ഇൻസ്റ്റാൾമെന്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് thereon remains overdue. അപ്പൊ എന്താണ്, എത്ര, 1 crop season ആണോ, 2 crop season ആണോ, 1 year ആണോ, 90 days or more ആണോ, എന്താണ് വരുന്നത്, 1 crop season ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. 1 crop season ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതൊക്കെ ആൻസർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഏത് കമ്മീഷൻ, ഏത് എൻ പി എ പറ്റി കൃത്യമായിട്ട് പഠിച്ചതാണ് അല്ലേ. എൻ പി എ മാക്സിമം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a term deposit matured and processed are unpaid, the amount left unclaimed with the cooperative bank shall attract rate of interest. എന്താണ്, if a term deposit അല്ലെ, if a term deposit matured and proceeds are unpaid, the amount left unclaimed with the cooperative bank shall attract the rate of interest. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് അല്ലെ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഓക്കെ. എന്നിട്ട് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ഓപ്ഷൻ എ as applicable to savings account. ഓപ്ഷൻ ബി if the contract rate of interest. ഓപ്ഷൻ സി എന്താണ്, as applicable to savings account or contract rate of interest on matured term deposit whichever is lower. Option D as applicable to savings account or the contract rate of interest or on the matured term deposit whichever is higher. ഏതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക്, ഡേ ബാച്ചിൽ ഉണ്ടായിരുന്നവർക്ക് നമ്മളത് പഠിപ്പിച്ച കാര്യമാണ് അല്ലേ. നമ്മൾ എഫ് ടി പഠിപ്പിച്ചപ്പോൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചതാണ്. എഫ് ടി നിങ്ങൾ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അല്ലേ, എഫ് ടിയുടെ കാലാവധി 10 വർഷം അല്ലേ, 120 months. അത് മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്കുകളാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് തരില്ല, പക്ഷേ കോപ്പറേറ്റീവ് ബാങ്ക്സ് നമുക്ക് ഇൻട്രസ്റ്റ് തരും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, സേവിങ്സ് അക്കൗണ്ട് ഓർ കോൺട്രാക്ട് റേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ദ മച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് അല്ലേ. ടേം ഡെപ്പോസിറ്റ് വെച്ചാൽ എഫ് ടി ആണ്. അപ്പൊ അത് വിച്ച് ഓവർ ഇസ് ലോവർ, അവിടുത്തെ സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ആണോ, അതോ നിങ്ങൾ എഫ് ടി തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻട്രസ്റ്റ്, അതിലേതാണോ കുറവ്, അത് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കിൽ അത് കിട്ടില്ല. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇത് പ്രീവിയസ് ആണെന്ന് പറയുകയും ചെയ്തിരുന്നു അല്ലേ. ടെസ്റ്റ് ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും, ഉള്ളവർ കമന്റ് ചെയ്യുക കേട്ടോ. ആൻസർ ഒക്കെ കമന്റ് ചെയ്ത് പോവാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അസിസ്റ്റൻസ് ഓഫ് ഡാഷ് ഈസ് sought for taking physical possession under Surfaxi Act. Option A general manager of the bank. Option B an officer of the police department. Or option C recovery agent. Option D district magistrate. The assistance of dash is sought for taking physical possession under Surfaxi Act. ആരായിരിക്കും ഇവിടെ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള കാര്യം ഓർത്തു കേട്ടോ. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള കാര്യം ഓർത്തു, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള കാര്യം ഓർത്തു. സർഫാക്സി ആക്ട് 2002 അറിയാമല്ലോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 144. 144 ക്വസ്റ്റ്യൻ നോക്കി. The guidelines of supervisory action framework included threshold limits for asset quality, profitability and എന്താണ്, ഓപ്ഷൻ എ ക്യാപിറ്റൽ അഡ്വക്കസി, ഓപ്ഷൻ ബി NPA, ഓപ്ഷൻ സി മാനേജ്മെന്റ് എഫിഷ്യൻസി, ഓപ്ഷൻ ഡി ഏർണിംഗ്സ്. എന്താണ്, the guidance of supervisory action. Question വായിച്ചു നോക്കിയേ. The guidelines of supervisory action framework include threshold limit for asset quality, profitability and കമന്റ് ചെയ്തേ. എന്താണ്, ഓപ്ഷൻ വായിച്ചില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ, എന്താണ് ആൻസർ, എന്താണ്, ക്യാപിറ്റൽ അഡിക്വസി അല്ലെ. ക്യാപിറ്റൽ അഡിക്വസി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, പഠിച്ചു വെച്ചേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡാഷ് ഈസ് ദ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ two parties wherein one party agrees to pay for potential losses or damage caused by another party. Option A guarantee, option B indemnity, option C pledge, option D hypothecation. ആൻസർ എന്ത് വരും, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ.
ആൻസർ എന്താണ്? എന്താടി എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്ത് നോക്കി. എന്താണ് ഇത്? കോൺട്രാക്ച്വൽ അഗ്രിമെന്റ്. നമ്മൾ രണ്ട് അഗ്രിമെന്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരാൾ അടച്ചില്ലെങ്കിൽ എന്തായിരിക്കും? അതിനെന്താ പറയണത്? എന്താണ്? പൊട്ടൻഷ്യൽ ലോസ് ഓർ ഡാമേജ് കേസ്ഡ് ബൈ അനദർ പാർട്ടി ഇസ് നോൺ ആസ്. നമ്മൾ പഠിച്ച ഇതൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ഗ്യാരണ്ടി അല്ല, പ്ലെഡ്ജും അല്ല, ഹൈപ്പോത്തിക്കേഷനും അല്ല. ഇൻഡെമിനിറ്റി എന്ന് പറയും കേട്ടോ. ഇൻഡെമിനിറ്റി എന്ന് പറയും. മനസ്സിലാക്കി പഠിക്കണം ഇതൊക്കെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. ആൻസർ ഇൻഡെമിനിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇൻഡെമിനിറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കമന്റ് ചെയ്യുക. കഴിവതും ആൻസേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്ത് തെറ്റിക്കോട്ടെന്ന്. ഇതൊക്കെ പഠിപ്പിച്ച കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളത് മനസ്സിലാക്കി കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എത്താൻ സാധിക്കും. പറഞ്ഞാൽ മനസ്സിലായി. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലാക്കിയൊന്ന് കമന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. തെറ്റോ ശരിയോ രണ്ടാമത്തെ കാര്യമല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ലെൻഡിങ് മീൻസ്. ഓപ്ഷൻ എ സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് മാർജിൻ. ഓപ്ഷൻ ബി സെക്യൂരിറ്റി, സേഫ്റ്റി, പേഴ്സൺ ആൻഡ് ക്യാപിറ്റൽ. ഓപ്ഷൻ സി സേഫ്റ്റി, സെക്യൂരിറ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഓപ്ഷൻ ഡി സേഫ്റ്റി, പേഴ്സൺ ആൻഡ് മാർജിൻ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് കമന്റ് ചെയ്ത് നോക്കി. ഓപ്ഷൻ സി ആണ് കേട്ടോ. സേഫ്റ്റി, സെക്യൂരിറ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന കാര്യം ഇവിടെ വരണില്ല. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്ത് വെക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇൻ ആൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി there are three parties. They are option A promisor, promisee and guarantee. Option B principal, debtor, creditor and guarantor. Option C promisee, guarantee and contractor. Option D promisor, promisee and contractor. In a contract of guarantee there are three parties. ആരൊക്കെയാണ് പാർട്ടീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഓപ്ഷൻ ബി എന്നുള്ള കാര്യം ഓർത്തു വെക്കും. എന്താണ്? പ്രിൻസിപ്പൽ, ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഗ്യാരണ്ടർ കേട്ടോ. പ്രിൻസിപ്പൽ, ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഗ്യാരണ്ടർ. ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചോദിച്ചാൽ, അല്ലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ആൻസർ എഴുതത്തക്ക രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി നോട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെറ്റീരിയൽ ഓൾട്ടറേഷൻ? ഓപ്ഷൻ എ കൺവേർട്ടിംഗ് ആൻ order check into bearer check. Option B converting a check payable to a bearer to order. Option C filling the date in the check which was blank earlier. Option D closing of a check. എന്താണ് ഇവിടെ മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? കൺവേർട്ടിംഗ് ആൻഡ് ഓർഡർ ചെക്ക് ഇൻറ്റു ബിയർ ചെക്ക്. മറന്നു പോകല്. ഓപ്ഷൻ എ ആണ്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ. പരീക്ഷയ്ക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ പല രീതിയിൽ ചോദിക്കും. ഓക്കെ, ഒരു 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ ചെക്ക് ഈസ് റോങ്ലി ഡിസോർഡർഡ് ബൈ ദ ബാങ്ക്, ഇറ്റ് ഈസ് ലയബിൾ ടു. ഓപ്ഷൻ എ പേയി, ഓപ്ഷൻ ബി ഹോൾഡർ, ഓപ്ഷൻ സി ഡ്രോയി, ഓപ്ഷൻ സി ഡ്രോയർ, ഓപ്ഷൻ ഡി ഡ്രോയി. When a check is wrongly disordered by the bank, it is liable to. സംശയമുണ്ടോ? ഡ്രോയർക്കല്ലേ ലയബിൾ ടു ഡ്രോയർ. യാതൊരു സംശയവും വേണ്ട. ഓപ്ഷൻ സി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, 102ാമത്തെ ക്വസ്റ്റ്യൻ. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ആസ് പെർ പ്രൊവിഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, banks are required to maintain records of transaction for a period of dash from the cessation of the transaction. Option A 2 year, option B 3 year, option C 5 year, option D 10 year. ആൻസർ എന്താണ്? ഓപ്ഷൻ സി 5 ഇയർ ആണ് കേട്ടോ. 5 ഇയർ ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. PML ആക്ട് പ്രകാരം, PML ആക്ട് ഒക്കെ ഞാൻ പഠിപ്പിക്കാം കേട്ടോ. പഠിപ്പിച്ചിട്ടില്ല. PML ആക്ട് ഒക്കെ ബാങ്കിങ്ങിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓഫ് ചെക്ക് ഈസ് മെൻഷൻഡ് ഇൻ. ചെക്കിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? NI ആക്ടിലാണോ, BR ആക്ടിലാണോ, RBI ആക്ടിലാണോ, അതോ ഇവിടെ ഒന്നും അല്ലേ? എവിടെയാണ് ചെക്കിന്റെ
സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എവിടെയാണ്? നമുക്കറിയാം ചെക്ക് ഇറ്റ്സ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലേ? ചെക്ക് NI ആക്ട് സെക്ഷൻ 6 അല്ലേ? അപ്പം സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എവിടെ ആയിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത്? ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. എന്നും കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് കാണുമ്പോൾ ചാടി കയറി എഴുതരുത്. ആൻസർ നോവെയർ ആണ്. എങ്ങും അത് കൃത്യമായിട്ട് ആ ഫോർമാറ്റ്. വെരി ഗുഡ്. ആരോ പറഞ്ഞല്ലോ ഇപ്പോൾ, മേഘദാസ്. വെരി ഗുഡ്. നോവെയർ കേട്ടോ. നമ്മൾ ചെക്ക് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ NI ആക്ടിലേക്ക് പോകല്ലോ കേട്ടോ. ഇവിടെ അതിന്റെ ചോദ്യം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ഓക്കെ, ആൻസർ നോവെയർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 150. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്ലിയർ ആണോ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 182ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ് ഓപ്ഷൻ എ defined in NI Act, option B fixed through RBI guidelines, option C defined in BR Act, option D defined in RBI Act. The validity period of a check. ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് മുമ്പേ നമ്മൾ പറഞ്ഞ എന്താണ്? ആ ക്വസ്റ്റ്യൻ അല്ല ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അത് മനസ്സിലായിക്കോണേ. ആ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് ചോദിച്ചിരിക്കുന്നത് ചെക്കിന്റെ. എന്നാൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്. ചെക്കിന്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണ്? ചെക്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ പ്രീ ഡേറ്റഡ് ഉണ്ട്, കറണ്ട് ഡേറ്റഡ് ഉണ്ട്, പോസ്റ്റ് ഡേറ്റഡ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണെങ്കിലും എന്താണ് അതിന്റെ വാലിഡിറ്റി എത്രയാണ്? 3 മാസം എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. DDയുടെ 3 മാസമാണ്, ചെക്കിന്റെ 3 മാസമാണ്. അതൊക്കെ ഓർത്തു വെച്ചോണ്ട് കേട്ടോ. ഓക്കെ, ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ്, അത് എത്രയാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് ആക്ടിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിഫൈൻഡ് ഇൻ NI ആക്ട്, ഓപ്ഷൻ ബി ഫിക്സഡ് ത്രൂ RBI ഗൈഡ്ലൈൻസ്, ഓപ്ഷൻ ഡി ഡിഫൈൻഡ് ഇൻ BR ആക്ട്, ഓപ്ഷൻ ഡി ഡിഫൈൻഡ് ഇൻ RBI ആക്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ചാടിക്കേറി NI ആക്ട് നിന്നും എഴുതിയേക്കരുത്. ആൻസർ ഓപ്ഷൻ വെരി ഗുഡ്. ആരാണ്? ഓപ്ഷൻ ഫിക്സഡ് ത്രൂ RBI ഗൈഡ്ലൈൻസ്. നിങ്ങൾ ഇങ്ങനെ ആൻസർ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല, എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കസ്റ്റമർ ഡസ് നോട്ട് റിക്വയർ ഹയർ ഡ്യൂ diligence? ഓപ്ഷൻ എ ഹൈ വർത്ത് ഇൻഡിവിജ്വൽ, ഓപ്ഷൻ ബി നോൺ റെസിഡന്റ് കസ്റ്റമർ, ഓപ്ഷൻ സി statutory bodies, option D firms with sleeping partners. Which of the following customer does not require higher due diligence? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇടപാടുകാരിൽ ഉയർന്നതും കൃത്യമായ ശ്രദ്ധയും കരുതലും വേണ്ടാത്ത കസ്റ്റമർ ഏതാണ്? നമ്മൾ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണ്ടാത്ത കസ്റ്റമർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹൗ മെനി ടൈപ്പ് ഓഫ് ചെക്സ് ആർ ദർ ആസ് പെർ NI ആക്ട്? NI ആക്ടില് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം എത്ര തരത്തിലുള്ള ചെക്കുകൾ ഉണ്ടെന്ന് നിത്യ ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേ. മേഘ, വെരി ഗുഡ്. എത്ര തരത്തിലുള്ള ചെക്കുകളുണ്ട്? There are 11 types of check കേട്ടോ. 11 types of check. Okay, next question നോക്കിയേ. Which one of the following is absolutely necessary for a special closing? Name of the banker, 2 parallel transverse line, weights and co. Option D എന്താണ്? Weights not negotiable. ഏതാണ്? Absolutely necessary for special closing ഏതായിരിക്കും? നെയിം ഓഫ് ദി ബാങ്കർ ആണ് കേട്ടോ. നെയിം ഓഫ് ദി ബാങ്കർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ മിനിമം ബാലൻസ് മെയിൻറ്റൈൻഡ് ഇൻ ദ അക്കൗണ്ട്. ഓപ്ഷൻ എ between the first day and 10th day of each calendar month. Option B between the 10th day and the last day of each calendar month. Option C during each calendar month. Option D between the 10th day and the 12th day of each calendar month. കമന്റ് ചെയ്തേ, ഏതാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാത്തിൻ്റെയും ക്വാർട്ടർലി ആണ് കണക്കാക്കണം കേട്ടോ. ഓർത്ത് വെച്ചോണം. ഇവിടെ ചോദിക്കുന്നത് സേവിങ്സിന്റെ എന്താണ്? ബിറ്റ്വീൻ ദ 10th day and last day of each
കലണ്ടർ മന്ത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ പഠിപ്പിച്ച കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ഇതൊക്കെ കമന്റ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 187 ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈസ് പെയ്ഡ് ഓൺ ഡെയിലി പ്രോഡക്റ്റ് ബാലൻസ് മെത്തേഡ് വിത്ത് എഫക്ട് ഫ്രം. കമന്റ് ചെയ്തേ നിത്യ, അതിന്റെ ആൻസർ ഒക്കെ കമന്റ് ചെയ്തേ. ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയൊന്ന്. Interest on saving bank account of commercial bank is paid on daily product balance method with effect from എന്ന് മുതലാണ്? മേഘ, നിത്യ, നമ്മൾ കമന്റ് ചെയ്തേ. 2010 ഏപ്രിൽ 1 കേട്ടോ. മറന്നു പോകല്, പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 158. Cooperative bank shall dash any auditors obtain the previous approval of dash. Option A before appointing, option B before reporting, option C before removing, option D all of the above. Answer എന്താണ്? Option D all of the above എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 159 ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറയുന്നത്? The full-time chairman of the board of an urban cooperative bank shall exercise his powers subject to the superintendent's control and direction of option A general body, option B board of management, option C board of directors, option D RB. ഏതാണ്? ഓപ്ഷൻ സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓപ്ഷൻ സി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The audit report, balance sheet and profit and loss account of a cooperative bank shall be published within dash from the closure of the financial year. The audit report, balance sheet and the audit report, balance sheet and profit and loss account of a cooperative bank shall be published within dash from the closure of the financial year. Option A 2 months, option B 3 months, option D 4 months, option D 6 months. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 6 മന്ത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ലിങ്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ക്ലാസ് കിട്ടിയവർക്ക് നിങ്ങൾക്ക് കുറേ പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് കിട്ടിയല്ലോ ഇന്ന് അല്ലേ? കുറേ പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ക്ലാസ്സുകൾ എത്തിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഒന്നിടവിട്ട് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഒന്നിടവിട്ട്. ഓക്കെ, അപ്പോൾ അത് 7 മണിക്ക് അധികം ടൈം 7 അല്ല 7 നേരത്തെ അറിയിക്കും. നിങ്ങൾ കൃത്യമായിട്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അടുത്തൊരു എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു, നന്നായിട്ട് പഠിക്കുക കേട്ടോ.